അങ്ങയുടെ കുടുംബത്തിൽ നിന്ന് ആർക്കും പാമ്പ് പിടിക്കില്ല. അതെ, അതിൽ ഒരു കാവാണിത്. ഇനി 3 കാവ് വേറെ ഉണ്ട്. നമ്പിയോട് കോരുക് എന്ന് ചോദിച്ച ചോദ്യപ്പരയാണ്. അഗ്നിബാധ ഉണ്ടായെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രതിഷ്ഠ വേണ്ട എന്നാണ് അശ്വതിദേവന്മാർ പറഞ്ഞത്. അവർ അത് പറഞ്ഞ് അന്തർധാനം ചെയ്തു. അങ്ങനെ 40 സെന്റ് സ്ഥലത്താണ് ഈ തറ. 40 സെന്റ് സ്ഥലത്തിലാണ് തറ. തുപ്രങ്കോട്ടപ്പം തന്നെയാണ്, ശിവൻ എന്ന് മാത്രമല്ല തുപ്രങ്കോട്ട അപ്പം തന്നെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ വളരെ വിശദമായി പരാമർശിക്കുന്ന അഷ്ടവൈദ്യന്മാർ. അവർ ജീവിച്ചിരുന്ന തിരൂരിനടുത്ത് പൂഴിക്കുന്ന് എന്ന സ്ഥലത്തെ ആലത്തിയൂർ നമ്പില്ലത്തേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. നമ്പി എന്നാൽ ശ്രേഷ്ഠമെന്നർത്ഥം. ദൈവികമായ ധാരാളം അനുഗ്രഹം നേടിയവർ, സർപ്പാനുഗ്രഹം കിട്ടിയവർ. അശ്വിനീ ദേവന്മാരിൽ നിന്ന് താളിയോല ഗ്രന്ഥം നേരിട്ട് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞ നമ്പില്ലത്തെ ഇന്നത്തെ കാരണവരായ ഉണ്ണികൃഷ്ണൻ നമ്പിയും അതുപോലെ അഷ്ടവൈദ്യൻ നാരായണൻ നമ്പിയും നമ്പില്ലത്തെക്കുറിച്ച് സംസാരിക്കാൻ എന്നെയും കാത്തിരിപ്പുണ്ട്. കേരളപ്പഴമയോളം പഴക്കമുള്ള ചികിത്സാ സമ്പ്രദായത്തിന് ഉടമസ്ഥരായവർ, മനോധർമ്മ ചികിത്സയുടെ പ്രചാരകരായ ആലത്തിയൂർ നമ്പിമാരുടെ കഥകൾ, നമ്പില്ലത്തെ കാഴ്ചകൾ, അതാണ് ഈ വീഡിയോയിൽ പ്രേക്ഷകരെ കാണിക്കുന്നത്. വിൻമാർട്ട് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വളരെ പ്രത്യേകതയുള്ളൊരു ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആരോഗ്യരംഗം വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് പകർച്ചവ്യാധിയൊക്കെ പടർന്നു പിടിച്ച് ലോകത്താകമാനം വലിയ ചർച്ചയും വർത്തമാനം നമ്മുടെ ജീവിതത്തിൽ തന്നെ ആകെ മാറ്റിമറിച്ചൊരു കാലമാണ്. ആ ഒരു കാലത്ത് ആയുർവേദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ചിന്തകൾ എന്നിലുണ്ടായിരുന്നു. അങ്ങനെ ആലോചിച്ച് വരുന്ന സമയത്താണ് നമ്മുടെ അഷ്ടവൈദ്യന്മാരെ കുറിച്ചും ഈ ഭാരതപ്പുഴയുടെ തീരം എന്ന് പറയുന്നത് ഈ പഴയ കാലത്തെ പാരമ്പര്യമായിട്ട് ആയുർവേദവുമായിട്ട് വലിയ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ആലോചനയിലാണ് നമ്പില്ലത്തെക്കുറിച്ച് എനിക്ക് കേട്ടറിവുണ്ടായത്. പ്രത്യേകിച്ച് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഭാഗ്യമുണ്ട്, ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അഷ്ടവൈദ്യന്മാരിൽ അറിയപ്പെട്ട ഇന്നത്തെ തലമുറയിലെ അഷ്ടവൈദ്യൻ കൂടിയായിരിക്കുന്ന നാരായണൻ നമ്പി അവർകളാണ്. അദ്ദേഹം ഇന്ന് അവിചാരിതമായിട്ട് എനിക്ക് ഈ നമ്പില്ലത്ത് വന്നപ്പോൾ അദ്ദേഹത്തെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായതാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തോട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. നമസ്കാരം. പുതിയ കാലത്ത് ഏതായാലും ഈ കൊറോണയുടെ കാലത്ത് അതിൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ വേണ്ടി അലോപ്പതിയോടൊപ്പം തന്നെ ആയുർവേദവും രംഗത്തേക്ക് വന്നൊരു കാലമാണല്ലോ. തീർച്ചയായും എങ്ങനെയുണ്ട് ജനങ്ങളിൽ പിന്നെ ഈ ആയുർവേദത്തിന് ഈ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പൊതു ആരോഗ്യ സംവിധാനം ഇത്രയൊക്കെ നമ്മൾ സാങ്കേതികമായിട്ട് നേട്ടം വരിച്ചാലും നമുക്ക് ഇത്തരം വ്യാധികൾ വരുമ്പോൾ നമ്മുടെ തന്നെ ശരീരത്തിൻ്റെ ജീവിത സ്വസ്ഥതയിലേക്ക്, നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിലേക്കൊക്കെ തിരിച്ചു പോകണം എന്ന പൊതുബോധം വളരെ ശക്തമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായ വൈദ്യ സംസ്കാരങ്ങളെ തിരിച്ചു പിടിക്കുന്നതിനുള്ള വളരെ തീവ്രമായ ശ്രമത്തിലാണ് ജനങ്ങൾ. പലപ്പോഴും എത്രയോ ആളുകൾ ഈ കോവിഡ് കാലത്ത് തന്നെ എത്രയോ ആൾക്കാർ നമ്മളോട് ചോദിച്ചു, ഡോക്ടർ ഞങ്ങൾ എന്തായാലും കുറേ ദിവസം വീട്ടിലിരിക്കുകയാണ്, അപ്പോൾ ഞങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണ ക്രമീകരണമാണ് മാറ്റം വരുത്തിയാലാണ് ഞങ്ങളുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക, ഞങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള വ്യായാമം ചെയ്യണം, ഞങ്ങളൊക്കെ ഏതൊക്കെ സാധനങ്ങൾ ഒഴിവാക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ ആധുനികമായ എല്ലാ വൈദ്യശാസ്ത്രത്തിൻ്റെ എല്ലാ മേന്മകളും നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ തന്നെ നമുക്ക് ഇത്തരം പ്രതിസന്ധി വരുമ്പോൾ ഈ വൈദ്യശാസ്ത്രം നമ്മളെ രക്ഷിക്കാൻ പ്രാപ്തമല്ല, മറിച്ച് നമ്മുടെ പരമ്പരാഗതമായ വൈദ്യശാസ്ത്രത്തിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തരാനുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ജനങ്ങൾ ശരിക്കും തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്ന കഴിഞ്ഞ ഒരു 10-12 മാസത്തിൽ ജനങ്ങൾ തീർച്ചയായിട്ടും ഒരു ഉൾക്കാഴ്ച, ഒരു തിരിഞ്ഞു നോട്ടം നടത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ അനുഭവം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ പുതിയ കാലത്ത് ഇത്തരത്തിലുള്ള രോഗങ്ങൾക്കുള്ള ഒരു വരവിൻ്റെ കാരണം തന്നെ നമ്മുടെ ജീവിതക്രമങ്ങളിലുള്ള ഒരു
അല്ലെ? അടിസ്ഥാനപരമായ ആ പ്രശ്നം തന്നെയാണ്. അതിനെ ഒന്ന് ലളിതവൽക്കരിക്കുകയും ക്രമീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് അടിസ്ഥാനപരമായി നമ്മുടെ ആരോഗ്യത്തിന്റെ കാഴ്ചപ്പാടിലുള്ള ഒരു പ്രശ്നമാണ്. നമ്മൾ ബാക്കി എല്ലാ ജീവജാലങ്ങളും ഒരു സമീകൃതമായി യോജിച്ച് ഒരു വൺ ഹെൽത്ത് എന്ന് പറയും. അതായത് എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പും നമ്മുടെ നിലനിൽപ്പും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥയും ഒരു താതാത്മ്യമുണ്ട്. അതിനെ പരിഗണിക്കാതെ കൊണ്ടുള്ള ഒരു വൈദ്യശാസ്ത്ര വളർച്ചയും കാലം സമ്മതിക്കില്ല എന്നുള്ളതിന് തെളിവാണ്. നമ്മൾ നമ്മുടെ ചുറ്റുപാടുള്ള പക്ഷികളായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, അണുക്കൾ വരെ എല്ലാ ചെറിയ ജീവജാലങ്ങളടക്കം അതിൻ്റെ സന്തുലിതാവസ്ഥയും നമ്മുടെ സന്തുലിതാവസ്ഥയും വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാതെ എനിക്ക് മാത്രം അല്ലെങ്കിൽ മനുഷ്യന് മാത്രം, ഹോമോസാപ്പിയൻസിന് മാത്രം ഇവിടെ നന്നായി ജീവിക്കാമെന്നും ബാക്കി എല്ലാത്തിനെയും നമുക്ക് ആൻറ്റിബയോട്ടിക്സ് കൊടുത്തും അല്ലെങ്കിൽ കൊന്നും നശിപ്പിക്കാമെന്നും വിചാരിച്ചാൽ മനുഷ്യൻ്റെ തന്നെ നിലനിൽപ്പിന് ചോദ്യം ചെയ്യും എന്നുള്ളതിന് ആദ്യത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നത്. എനിക്കറിയേണ്ടത് നമ്പില്ലത്തിൻ്റെ ആയുർവേദ പാരമ്പര്യത്തെക്കുറിച്ചാണ്. ഈ ഒരു ടോപ്പിക് അതാണ്. നമ്മുടെ അഷ്ടവൈദ്യന്മാരിൽ വളരെ പ്രാധാന്യമുള്ള അഷ്ടവൈദ്യന്മാർ തന്നെ ആയിരിക്കുന്ന നമ്പില്ല, അതിൽ നമ്പിമാർ ദൈവികമായി കിട്ടിയിരിക്കുന്ന ഒരു വൈദ്യ പാരമ്പര്യം. 5000 വർഷത്തെ പഴക്കമുണ്ട് ആയുർവേദത്തിനെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്താണ് ഇവിടുത്തെ ഒരു സങ്കല്പം ഈ വൈദിക പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ കേരളം ഭാർഗവ ക്ഷേത്രമാണല്ലോ, പരശുരാമ ക്ഷേത്രം. അപ്പോൾ ഈ പരശുരാമൻ കേരളത്തിനെ 32 ഗ്രാമങ്ങളായി തിരിച്ചു വന്നു. അതിൽ 18 ഗ്രാമങ്ങൾ മലയാളം സംസാരിക്കുന്നവരും ബാക്കി 18 ഗ്രാമങ്ങൾ തുളു സംസാരിക്കുന്നവരും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കന്യാകുമാരി മുതൽ ഒരു ഗോവ വരെയുള്ള ഒരു വലിയൊരു പ്രദേശം ഒരുപക്ഷെ ഒരു ഡൊമസ്റ്റിക് ലാൻഡ് ആയിരുന്നില്ല. ഒരുപക്ഷെ പശ്ചിമഘട്ടവും കടലും തമ്മിലുള്ള ഒരു 60 കിലോമീറ്ററിൻ്റെ ഏരിയ മുഴുവൻ കാട് പിടിച്ച് കിടന്നുണ്ടായിരിക്കും. അപ്പം അദ്ദേഹം ഇത് വെട്ടിത്തെളിച്ച് ഒരു ഡൊമസ്റ്റിക് ലാൻഡാക്കി മാറ്റുകയും ഇവിടെ ചെറിയ ചെറിയ സമൂഹത്തിനെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഒരു സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങളാക്കി എന്ന് വേണം, 64 ഗ്രാമങ്ങളാക്കി എന്ന് വേണം വിശ്വസിക്കാൻ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മൾ നാട്ടിൽ കേൾക്കുന്ന കുറേ ഗ്രാമങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ചെറിയ സ്ഥലങ്ങൾ, ഇപ്പോൾ വെട്ടം, ഇങ്ങനെയുള്ള ഓരോന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മളെ പെരുവനം ഗ്രാമം, അങ്ങനെ ഒരുപാട് ഗ്രാമങ്ങളുടെ പേര് പുസ്തകങ്ങളിലൊക്കെ തന്നെ. ഈ ഓരോ ഗ്രാമങ്ങളും സ്വയം പര്യാപ്തമാവുകയും അവിടുത്തെ പ്രാദേശികമായ ഒരു ആരോഗ്യ സംവിധാനത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഓരോ കുടുംബങ്ങളെ അസൈൻ ചെയ്യുകയാണ് ശരിക്കുണ്ടായത്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 5000 പേർക്ക് ഒരു വൈദ്യ കുടുംബം, അവർക്ക് വേണ്ട ഒരു ആർക്കിടെക്ചറിന് ഒരു വാസ്തു കുടുംബം, അവരുടെ ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട ഒരു കുടുംബം, അങ്ങനെ അവർക്ക് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും. പക്ഷേ ഇതെല്ലാം പൂർണ്ണമായി സൗജന്യമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അവിടുത്തെ ഭരണാധികാരികൾ ഇവർക്കെല്ലാം സാമ്പത്തിക സഹായം കൊടുക്കുകയും അല്ലാതെ ഇന്നത്തെ പോലെ ഫീസ് മേടിച്ചിട്ടുള്ള ഹെൽത്ത് സർവീസ് ഒരു സർവീസും ഇല്ല. ഒന്നാമത് ബാർട്ടർ സിസ്റ്റം പോലെ കൈമാറ്റ വ്യവസ്ഥകൾ, അതോടൊപ്പം തന്നെ പൂർണ്ണമായും ആരോഗ്യകാംക്ഷിയിൽ നിന്ന് ഒരിക്കലും ആർജിക്കേണ്ട ഒന്നല്ല ധനം, മറിച്ച് അതൊരു സമർപ്പണമായിട്ട് അവരെന്തെങ്കിലുമൊക്കെ തരുന്നു എന്നുള്ള രീതിയിലാണ് അത് എത്രയോ തലമുറകളായിട്ട് മുമ്പോട്ട് പോയിട്ടുള്ളത്. അതായത് ഒരു വാണിജ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ ഉപജീവനം എന്നുള്ള രൂപത്തിലൊന്നും വന്നിട്ടേ ഇല്ല. ഒരിക്കലും ഇല്ല. കാരണം 18 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു, 18 കുടുംബങ്ങളായിരുന്നു. പിന്നീട് അത് ഈ വാഗ്ഭടന്റെ, അതായത് 700 AD കൂടിയിട്ട് വാഗ്ഭടൻ ഇവിടെ വരികയും വാഗ്ഭടൻ അഷ്ടാംഗഹൃദയം എന്ന് പറഞ്ഞ ഒരു പ്രധാന പുസ്തകം രചിക്കുകയും അതിൻ്റെ ഒരു പിന്തുടർച്ചക്കാരായിട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുടർച്ചക്കാരായിട്ട് ഈ കുടുംബങ്ങൾ അറിയപ്പെടുന്നതുകൊണ്ട് അഷ്ടാംഗഹൃദയ വൈദ്യന്മാർ എന്നുള്ള രീതിയിലാണ് അഷ്ടവൈദ്യന്മാർ. ഏതൊക്കെയാണ് അഷ്ടവൈദ്യന്മാർ? ഇപ്പൊ ശരിക്കും 8 കുടുംബങ്ങളിൽ 6 കുടുംബങ്ങളിൽ ഇപ്പൊ വൈദ്യം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് ഇപ്പൊ ആലത്തിയൂർ നമ്പി, പുലാമന്തോൾ മൂസ്, തൃശ്ശൂർ തൈക്കാട്ട് മൂസ്, ഇളയടത്ത് തൈക്കാട്ട് മൂസ് അഥവാ ഒല്ലൂര് ഉള്ള തൈക്കാട്ട് മൂസ്, പിന്നെ ഒളശ ചിരട്ടമൺ മൂസ്, വയസ്കര മൂസ്, വെള്ളടു മൂസും കുട്ടഞ്ചേരി മൂസും, ഇങ്ങനെ 8 കുടുംബങ്ങളാണ്. അതിലിപ്പോൾ വെള്ളടു മൂസും കുട്ടഞ്ചേരി മൂസിലും ഇപ്പോൾ യഥാർത്ഥത്തിൽ വൈദ്യമുള്ളവർ ആരുമില്ല, അല്ലെങ്കിൽ ആ കുടുംബം ഏകദേശം ഒരു വൈദ്യ സംസ്കാരത്തിൽ നിന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും നമ്പില്ലം പോലും വൈദ്യ പാരമ്പര്യത്തിൻ്റെ ഇപ്പം അങ്ങൊന്നാണ് ഇപ്പം ഈ തലമുറയുടെ ഒരു അവസാനത്തിൽ ക്ഷയിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളൊരു അങ്ങനെ അല്ലേ, കുറഞ്ഞു വരുന്നു അല്ലേ? തീർച്ചയായിട്ടും പുതിയ തലമുറയിൽ ഇപ്പം പുതുതായിട്ട് ഇവിടെയുള്ള കുട്ടികളടക്കം മറ്റു ജോലികളിലാണ് ഉള്ളത്. എനിക്കറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിനി ദേവന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ഓരോ കുടുംബങ്ങൾക്കും പ്രത്യേക ഉപാസന മൂർത്തികൾ. അടിസ്ഥാനപരമായ ഒരു വൈദ്യം ഒരു ആദ്യഘട്ടത്തിൽ ഒരു ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി ആണെങ്കിൽ
ഒരു യഥാർത്ഥത്തിൽ കുറേ കൂടി ആഴത്തിൽ രോഗിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതൊരു ഒരു ഒരു ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. വളരെ എന്തായാലും മലയാളം പറയാന്നല്ലേ, ഒരു ഇൻസൈറ്റ്ഫുൾ ആണ്. അതായത് നമ്മൾ വളരെ ഇൻ്റലക്ച്വലായിട്ട് കണ്ടെത്തി അതിനോട് ആക്രമിച്ച് എന്താ പറയുക യുദ്ധം ജയിക്കേണ്ട ഇതൊന്നുമല്ല ചികിത്സ. ചികിത്സ എന്ന് പറഞ്ഞാൽ യോഗിയുടെ ഒരു യോഗിയെ പോലെ രോഗിയുടെ അന്തരാത്മാവിലേക്ക് പോയി അവനെ തിരുത്തേണ്ട ഒരു പ്രക്രിയയാണ്. അതിലെ ഒരു ദൈവികതയുടെ അംശമില്ലാതെ ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത. അപ്പോൾ ഓരോ കുടുംബങ്ങളും അടിസ്ഥാനപരമായി ഒരു ഉപാസന മൂർത്തിയെ താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാസന മൂർത്തികളുണ്ടാവും. അപ്പോൾ കുട്ടഞ്ചേരി മൂസുള്ളവർക്കാണ് നെല്ലുവായി ധന്വന്തിരി ക്ഷേത്രമുണ്ട്. തൈക്കാട്ടുശ്ശേരി ആണെങ്കിൽ തൈക്കാട്ടുശ്ശേരി ഭഗവതി ധന്വന്തിരി പോലുള്ളവർക്കുണ്ട്. ആലത്തിയൂർ നമ്പിമാരെ സംബന്ധിച്ചിടത്തോളം അശ്വിനി ദേവന്മാരാണ് അവരുടെ ഉപാസന മൂർത്തി. ഗുരു അശ്വിനി ദേവന്മാരാണ്. അശ്വിനി ദേവന്മാരിൽ നിന്ന് താളിയോല ഗ്രന്ഥം കിട്ടിയെന്ന് ഞാൻ കേട്ടു. അതെ. ഐതിഹ്യമാലയിലെ ഒരു കഥ എങ്ങനെയാ വെച്ചാൽ ആലത്തിയൂർ നമ്പിമാർ ഒരു കാലത്ത് വളരെ പ്രഗത്ഭരാവുകയും സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളും നിരന്തരം അവർക്ക് അത് കഴിവുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അവരുടെ വിദ്യയെ പരീക്ഷിക്കാൻ വേണ്ടി അശ്വിനി ദേവന്മാർ ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള വൈദ്യം തൃക്കോവിൽ എന്ന ക്ഷേത്രത്തിന്റെ ഒരു ആൽമരത്തിന് മുകളിൽ ഇരുന്ന് 2 പക്ഷികൾ സംസാരിച്ചു എന്നാണ്. കോരുക് 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 കഹ എന്താണ് ഒന്നും കൂടെ പറഞ്ഞു. കോരുക് കോരുക് കോ കഹ അരുക്. ആരാണ് രോഗമില്ലാത്തവൻ, ആരാണ് രോഗമില്ലാത്തവൻ, ആരാണ് രോഗമില്ലാത്തവൻ 3 തവണ. അപ്പൊ ഈ അദ്ദേഹം അതിനൊരു മറുപടി കൊടുക്കുകയാണ്. കാലേഹിതമിത ഭോജി കൃതചംഗർമ്മണ എന്ന് പറഞ്ഞിട്ട്, അതായത് ആരാണോ കൃത്യമായി സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നവൻ, വേണ്ട രീതിയിൽ വ്യായാമം ചെയ്യുന്നവൻ, കൃത്യസമയത്ത് വിശ്രമം ചെയ്യുന്നവൻ, അല്ലെങ്കിൽ ഒരു മിതം പാലിക്കുന്നവൻ, അമിതമായ കാമാസക്തി ഇല്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു മറുപടിയാണ്. കുറേം കൂടി ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആരാണോ നിരന്തരം സമൂഹത്തിന്റെ ആരോഗ്യത്തിനെ പറ്റി നിരന്തരം ചിന്തിക്കുന്നത്, അയാളിൽ പ്രപഞ്ചത്തിലെ ഓരോ സന്ദേശങ്ങളും അദ്ദേഹത്തിന് പ്രകൃതിയുമായി അദ്ദേഹം സൂക്ഷ്മമായി ശ്രവിച്ചു എന്ന് വേണം വേറൊരർത്ഥത്തിൽ ചിന്തിക്കാൻ. ഒരു ഭാഗത്ത് അശ്വിനി ദേവന്മാർ പറഞ്ഞു എന്നാണെങ്കിൽ വേറൊരു ഭാഗത്ത് ആരാണോ നിരന്തരം പൊതുസമൂഹത്തിന്റെ പ്രശ്നങ്ങളെ പറ്റി ചിന്തിക്കുന്നത്, പ്രപഞ്ചത്തിന്റെ ഓരോ ശബ്ദവും അദ്ദേഹത്തിന് തൻ്റെ ശാസ്ത്രവുമായിട്ട് പൊരുത്തപ്പെടാനേ പറ്റൂ. ഞാനിവിടെ കേൾക്കുന്ന ഓരോ ശബ്ദത്തിനും ഞാൻ എൻ്റെ ശാസ്ത്രവുമായി ചേർത്ത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? അപ്പോൾ അങ്ങനെ ആ 2 പക്ഷികൾ പിന്നീട് 2 ബ്രാഹ്മണന്മാരായി ഈ നമ്പിയുടെ ഇല്ലത്ത് വരികയും പിന്നീട് ഐതിഹ്യമാലയിൽ പറയുന്ന പോലെ ഒരുപാട് കഥകളുണ്ട്. അവരിവിടെ നടത്തിയിട്ടുള്ള ഗുരുശിഷ്യ ഒരു വലിയൊരു സീരീസ് ഓഫ് കാര്യങ്ങൾ തന്നെയുണ്ട്. ഐതിഹ്യങ്ങളുടെ ഒരു എന്താ പറയാ പരമ്പര തന്നെയാണ്. തീർച്ചയായിട്ടും ഐതിഹ്യമാലയുടെ ഉള്ളിൽ ആലത്തൂർ നമ്പിമാരെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ വിശദമായിട്ട്. കാരണം പല പല കാര്യങ്ങൾ അതുണ്ട്. ഒന്ന് വളരെ കുശാഗ്രമായിട്ടുള്ള ബുദ്ധി, വളരെ സൂക്ഷ്മമായിട്ടുള്ള കഴിവ്, പിന്നെ കൈപുണ്യം എന്നൊക്കെ പറയുന്നുള്ളൂ. ഉപാസന കൊണ്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് ആ സമയത്ത് വേണ്ടപ്പോൾ വേണ്ടത് തോന്നുക എന്ന് പറഞ്ഞ കാര്യം. അതേസമയം ഈ വളരെ ഷാർപ്പായിട്ടുള്ള ഒബ്സർവേഷൻ രോഗിയിലെ ഇപ്പൊ തക്ഷകന്റെ പാമ്പുമായിട്ട് അതെ അതങ്ങനെയാണ്. തക്ഷകന് ഒരു വയറുവേദനയായിട്ട് വരികയാണ്. അപ്പൊ ഒരു പാമ്പായിട്ട് ഇവിടെ വരാൻ പറ്റാത്തതുകൊണ്ട് ബ്രാഹ്മണ വേഷത്തിൽ വരികയും ഇവിടെ നിന്നു. അപ്പൊ ഇദ്ദേഹത്തിന് പല മരുന്നുകൾ കൊടുക്കുന്നു, എന്ത് ചെയ്ത രോഗം മാറുന്നില്ല. അപ്പൊ എന്താ വെച്ചാൽ ഈ കഴിക്കുന്ന മരുന്ന് മുഴുവൻ ഈ വിഷപ്പല്ലുമായിട്ട് കോണ്ടാക്ട് വരികയും ഔഷധവീര്യം മുഴുവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ദിവസം ഒരു ചെറിയൊരു മഴ പെയ്ത് ചെറിയൊരു പുതുമണ്ണിന്റെ വാസന വരുമ്പോൾ ഇദ്ദേഹം സർപ്പമായിട്ട് പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ അദ്ദേഹം രാത്രി സൂക്ഷ്മമായിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയും അപ്പോഴാണ് രാത്രി ഇദ്ദേഹം പാമ്പായിട്ട് പുറത്തു പോകും. അത് ശരി, ഇതാണ് കാര്യം. പിറ്റേ ദിവസം എന്നിട്ട് ഇന്നത്തെ എൻഡോസ്കോപ്പി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ട്യൂബ് ഇട്ട് വായുള്ളിലേക്ക് ട്യൂബ് ഇട്ട് നേരെ ഔഷധം ഈ പല്ലിനെ ബൈപ്പാസ് ചെയ്ത് ഔഷധങ്ങളൊക്കെ കൊടുത്ത് അദ്ദേഹത്തിന് മാറ്റി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു വലിയൊരു അനുഗ്രഹം. അപ്പം എന്താ വേണ്ടത്? ഒന്നും വേണ്ട, ഇവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. എന്നാൽ അങ്ങയുടെ കുടുംബത്തിൽ നിന്ന് ആർക്കും പാമ്പ് പിടിക്കില്ല, ഈ പറമ്പിൽ നിന്ന് വേറെ ആർക്കും പാമ്പ് പിടിക്കില്ല. ഇത് വെറൊരു വാക്കല്ല, എനിക്ക് പേഴ്സണലി ഒരുപാട് അനുഭവം ഉണ്ടായിരുന്നു. ഇവിടെ മാത്രമല്ല, തായങ്കാവിൽ ഞാൻ വേറൊരു ഇതിന്റെ തന്നെ ഒരു ബ്രാഞ്ച് പോലെ തായങ്കാവില് ചൂണ്ടൽ തായങ്കാവിലുണ്ട്. അവിടെയും പാമ്പും കാവുണ്ട്, 3-4 പാമ്പും കാവുണ്ട്. ഈ പാമ്പുകളിൽ നിന്ന് എത്രയോ തവണ സർപ്പ സ്പർശമുണ്ടായിട്ടും ഒരു തവണ പോലും ഒരു സർപ്പം നമ്മളെ ദംശിച്ചിട്ടില്ല, എൻ്റെ മകനെ അടക്കം. അപ്പോൾ ഇതൊരു കേട്ടുകേൾവിയാണെങ്കിൽ പോലും നമുക്ക് സാഹചര്യങ്ങൾ അതിനനുകൂലമായിട്ടാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സിദ്ധാന്തത്തിനപ്പുറത്തൊരു യുക്തി വളരെ പ്രധാനമാണ്. യുക്തിയില്ലാതെ ഒരു കാര്യത്തിലും ചികിത്സ എന്ന് മാത്രമല്ല, ഒരു അധ്യാപന കാര്യം പോലും യുക്തിപൂർവ്വം അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അത് ബോധ്യതയുടെ പ്രശ്നമാണ്. അപ്പോൾ യുക്തി ചികിത്സ
ചികിത്സയിൽ സാധാരണ അങ്ങനെ കേൾക്കാത്ത ഒരു പുതിയൊരു വഴിയാണ് യുക്തി ചികിത്സ. യുക്തി ചികിത്സയെ കുറിച്ച് നമ്പില്ലത്തിൽ അത് വളരെ പ്രാധാന്യം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതായത് ഈ യുക്തി ഇല്ലാതെ അല്ല ചികിത്സിക്കുന്നത്, പക്ഷെ യുക്തി പിന്നീട് കണ്ടെത്തപ്പെടുന്ന ഒന്നാണ്. അത് ശരി. അതിൻ്റെ ഒരു കഥയുണ്ട്. ഒരു കഥയിൽ ഒരു ആൾക്ക് അതിശക്തമായ തലവേദനയാണ്. ഈ തലവേദന പല രീതിയിലും മാറുന്നില്ല. പല വൈദ്യന്മാരെ കാണിച്ചു. ഹരീഷ്മലയിലൊരു കഥയാണ്. അപ്പൊ അദ്ദേഹത്തിനെ തലയിൽ കൊട്ട എണ്ണ തേപ്പിച്ച് വെയിലത്ത് നിർത്തുകയും ഈ വെയിലത്ത് നിർത്തി കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ഈ നമ്പി വന്ന് രണ്ട് ചെവിക്കും രണ്ട് ഉഗ്രൻ അടിയടിക്കും. ഇയാൾ ഈ അടി കേട്ട് ഈ അടിയോട് കൂടി അയാള് തല കറങ്ങി അവിടെ നിലത്ത് വീഴും. അത് കഴിഞ്ഞ് നീക്കുമ്പോൾ അയാൾക്ക് തലവേദനയില്ല. ഇന്ന് ഒരു രോഗമുണ്ട്, അത് അന്ന് വായിക്കുമ്പോൾ ഇതെന്തോ ഒരു ഇത്. ഇന്ന് BPPV എന്ന് പറയുന്ന ബിനൈൻ പാരാക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയുന്ന രോഗമുണ്ട്. ഈ രോഗത്തിന് എന്താ വെച്ചാൽ യൂസ്റ്റേഷൻ ട്യൂബ് എന്ന് പറഞ്ഞ് മൂക്ക് വായ ചെവി കണക്കുന്ന ട്യൂബിൻ്റെ അകത്തൊരു ഡെബ്രിസ് എന്ന് പറഞ്ഞ ഒരു ഇന്റേണൽ ലെയർ വരികയും ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക തലവേദന ഉണ്ടാകും. അപ്പൊ ഇതിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു മാനുവർ മെഡിക്കൽ സയൻസിൽ പറയുന്നുണ്ട്. തല ഇങ്ങനെ വെട്ടിച്ച് ഈ സത്യത്തിൽ ഈ നമ്പിച്ചത് അതാണ്. ഇന്ന് BPPVയുടെ ചികിത്സ എന്ന് പറയുന്നത് ഐതിഹ്യമലയിൽ പണ്ട് നമ്പി ചെയ്തു വെച്ചാണ്. പക്ഷെ അന്ന് അത് വായിക്കുന്ന ആൾക്ക് മനസ്സിലാവില്ല, അന്ന് BPPV കണ്ടെത്തിയിട്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഓരോ ചികിത്സയുടെയും സൂക്ഷ്മതയെ നമുക്ക് അതിന്റെ ആഴത്തിലേക്ക് കൊണ്ട് യുക്തി കണ്ടെത്താം. അതുകൊണ്ട് യുക്തി തന്നെയാണ്. പക്ഷെ യുക്തി കണ്ടെത്താത്തത് കൊണ്ട് അത് ശരിയല്ല എന്ന് ചിന്തിക്കാൻ പറ്റില്ല. കണ്ടെത്തുന്നത് വരെയും അത് ഫലമുള്ളത് കൊണ്ട് യുക്തി നമ്മളിനി ലെറ്റസ്റ്റ് സെർച്ച് എന്ന് പറയുന്നത്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പുതിയ ആധുനിക കാലത്ത് പിന്നെ ആയുർവേദത്തിന്റെ പ്രസക്തി ഇനിയും വർദ്ധിച്ചു വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും പുതിയൊരു കാലഘട്ടത്തിൽ ആയുർവേദം നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യം പ്രകടമാണ്. കാരണം എന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റായിട്ടൊരു രോഗത്തെ അതിൻ്റെ റിസൾട്ട് കിട്ടുക എന്നതിനപ്പുറത്ത് അതിൻ്റെ രോഗത്തെ വേരോടെ തന്നെ പിഴുത് കളയുക. രോഗം എന്തുകൊണ്ടാണ് രോഗം വരുന്നത് എന്നതിനെക്കുറിച്ച് അതിപ്പോൾ ഈ ഇതിൽ ആദ്യത്തെ രണ്ട് പക്ഷികൾ ചോദിച്ചു ആരാണ് രോഗി എന്ന ഒരു വലിയൊരു ചോദ്യം. പിന്നെ ആരാണ് രോഗമുള്ളവൻ എന്നതിനുള്ള ചോദ്യത്തിന് നമ്പി പറഞ്ഞിരിക്കുന്ന ഒരു മറുപടി ഉണ്ട്. ആ മറുപടി കിടപ്പാവട്ടെ, നടപ്പാവട്ടെ, ഭക്ഷണമാവട്ടെ എല്ലാത്തിനെയും കൃത്യമായിട്ട് നിർവഹിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം തിരക്കുള്ള സമയത്താണ് അവിചാരിതമായിട്ടാണെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് വർത്തമാനങ്ങൾ പറയാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. താങ്ക് യു. അമ്പലത്തിന്റെ ആ ഒരു പ്രൗഢി എന്ന് പറയുന്നത് ഞാൻ കേട്ടറിവുള്ളത്. പിന്നെ ഇപ്പൊ ഈ കാണുന്ന കെട്ടിടം അല്ലല്ലോ. അല്ല അത് നല്ല തറ അങ്ങനെ തന്നെയാണ്. 40 സെന്റ് സ്ഥലത്താണ് ഈ തറ. 40 സെന്റ് സ്ഥലത്തിലാണ് തറ. ആണോ? അങ്ങനെയാണ്. 8 കെട്ട് 40 സെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സ്ഥലമായി? അതെ 40 സെന്റാണ് ഈ പെരയുടെ തറയുടെ പെര. 40 സെന്റ് സ്ഥലത്തിലാണ് നിൽക്കുന്നത്. അതൊക്കെ പൊളിച്ചു പോയി. അതെ, ഇതൊക്കെ പൊളിച്ചതാണ്. കുറെ കാലത്തിന്റെ ഇതുകൊണ്ട് 8 കെട്ട് 4 കെട്ടിന് ഒരു നടുമിറ്റം, 8 കെട്ടിന് 2 നടുമിറ്റം. ഇതൊരു നടുമിറ്റാണ്. അതില് ആ ഭഗവതിയുടെ സ്ഥാനം മാത്രമാണ് ബാക്കി വെച്ചതെന്ന് തോന്നുന്നു എനിക്ക്. അതെ, പിന്നെ അതൊക്കെ തന്നെയാണ്. അടുക്കള മാറ്റില്ല. അടുക്കള മാറ്റില്ല. പണ്ട് ഓലപ്പരയായിരിക്കും പഴയ കാലത്ത്. പഠിപ്പരക്ക് തീ കത്തിക്കലുണ്ടായിട്ടുണ്ട്. അത് പഠിപ്പരയാണ്. അഗ്നിബാധ ഉണ്ടായെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പഠിപ്പരക്കാണ് തീ കത്തി ഉണ്ടായത്. എന്തായാലും വളരെ എന്താ പറയാ, ഇപ്പൊ നോക്കുമ്പോൾ നമുക്കൊരു സങ്കല്പത്തിൽ ഇങ്ങനെ ആലോചിച്ച് പോവാം അല്ലേ? അടുത്ത തലമുറക്കൊക്കെ ഇനിയിപ്പോ ഇതൊക്കെ നന്നായിട്ട് എവിടെയെങ്കിലും എഴുതി വെച്ചില്ലെങ്കിൽ അടുത്ത തലമുറക്കൊന്നും കൊട്ടാരത്തിൽ ഞങ്ങളുടെ ഐതിഹ്യമാല ഉള്ളത് കൊണ്ട് നമുക്കൊക്കെ അത് വായിച്ച് കുറച്ച് കാര്യങ്ങൾ. അതെ, ആർക്കും മനസ്സിലാവില്ല. ഇത് ആലത്തിയൂരുള്ള നമ്പിലത്തെ ഉണ്ണിയേട്ടനാണ് ഇപ്പോഴത്തെ കാരണവര് അല്ലേ? ഉണ്ണിയേട്ടനാണ് കാരണവര്. പിന്നെ നമ്പിലുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കറിയേണ്ടത്. അതില് 1-2 കാര്യങ്ങൾ വെച്ചാൽ ഇവിടെ ഒരു വൈദ്യൻ തൃക്കോവിൽ ക്ഷേത്രത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് അവിടുത്തെ കാര്യം? ഒന്ന് ചുരുക്കി പറയാം.
അവിടെ വൈദ്യൻ തൃക്കോവിൽ ശിവക്ഷേത്രം പണ്ട് കാലത്ത് ഞങ്ങളുടെ ഇല്ലത്തുനിന്ന് ഒരു നമുക്ക് എൻ്റെ മുത്തശ്ശന് കാരണവരെ തുപ്പറങ്കോട് പോയി തൊഴിൽ പതിവായിരുന്നു. തുപ്പറങ്കോട്ടപ്പരെ ഭജിക്കാറുണ്ട്. അങ്ങനെ പ്രായാധികം കാരണം ഇനി ഞാൻ എന്താ ചെയ്യുക, എനിക്ക് നടന്നു വരാൻ വയ്യല്ലോ, നടന്നു പോവുക ചെയ്യുക, നടന്നു വരാൻ വയ്യ, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അന്ന് രാത്രി അദ്ദേഹത്തിന് സ്വപ്നത്തിൽ ദർശനം ഉണ്ടായതാണ്. തുപ്പറങ്കോട്ടപ്പൻ്റെ സ്വപ്നം കണ്ടു. ഞാൻ ഇല്ലത്തുനിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്ത് ഇവിടെ വന്നിരിക്കാം, ഇവിടെ ഒരു ക്ഷേത്രം പണിതാൽ മതി എന്ന് അദ്ദേഹത്തിന് മനസ്സിൽ അദ്ദേഹം കണ്ടു. പിറ്റേ ദിവസം അദ്ദേഹം അമ്പലം പണിക്കുള്ള ശ്രമം നിർമ്മിച്ചു. അങ്ങനെ അമ്പലം പണി ചെയ്ത് ക്ഷേത്രം പണിത് തുപ്പറങ്കോട്ടപ്പനെ ഇവിടെ പ്രതിഷ്ഠ നടത്തി. അതാണ് ഞങ്ങൾ വൈദ്യന്മാരാണ്, ആലത്തിയൂർ നമ്പി വൈദ്യന്മാരാണ്, അഷ്ടവൈദ്യന്മാരാണ്. അതുകൊണ്ടാണ് വൈദ്യൻ തൃക്കോവിൽ ശിവക്ഷേത്രം അതിന്റെ പേര്. അവിടെ ഒരു മുക്കടി എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ടല്ലോ, അവിടെ പ്രധാന ദേവൻ ശിവനാണെങ്കിലും ധന്വന്തിരിക്ക് പ്രധാനമുണ്ട്. ധന്വന്തിരി വിഷ്ണു, ധന്വന്തിരിക്ക് പ്രധാനമാണ്. അവിടെ മുക്കടി എല്ലാവിധ രോഗങ്ങൾക്കും, രോഗങ്ങൾക്ക് രോഗങ്ങളുടെ അധിപനാണ് ധന്വന്തിരി മൂർത്തി. അങ്ങനെയാണ്. അപ്പോൾ ഈ എല്ലാവിധ രോഗങ്ങൾക്കും, പ്രത്യേകിച്ച് വയറിൻ്റെ അസുഖങ്ങൾക്ക് ഒരു സിദ്ധ ഔഷധമാണ് മുക്കടി നിവേദ്യം, ധന്വന്തിരി ഹോമം, ധന്വന്തിരി മന്ത്രപുഷ്പാഞ്ജലി. ഇതൊരു പ്രധാന വഴിപാടാണ്. ധാരാളം ഇതാണ്. 30 വ്യാഴാഴ്ചയാണ് ഈ ധന്വന്തിരി ഹോമം ചെയ്യുക. അത് ശരി. മറ്റൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് ഐതിഹ്യമാലയിൽ തന്നെ, അതായത് ഇടത് കൈ കൊണ്ട് ഔഷധം കൊടുക്കുന്ന നമ്പിമാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്താ അത്? ഈ അശ്വിനി ദേവന്മാരെ ബ്രാഹ്മണകുമാരന്മാരുടെ വേഷം ധരിച്ചിട്ട് ഇവിടെ പഠിക്കാൻ വന്നു എന്നാണ് പറയുന്നത്. അവര് പഠിപ്പൊക്കെ കഴിഞ്ഞ് പോകാൻ നേരത്ത്, യാത്ര പറയാൻ നേരത്ത് നമ്പിയെ വിളിച്ചു. അപ്പോൾ നമ്പി ഊണ് കഴിക്കുകയായിരുന്നു. ആ ഊണ് അതിൻ്റെ ഇടയ്ക്കാണ് ദേവന് ഉമ്മർത്തേക്ക് വന്നു. ഊണിന് കൈ കഴിയിട്ടില്ല, വന്നു. അപ്പോൾ ഇവര് പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി, ഞങ്ങൾ യാത്രയാണ്, ഇറങ്ങിയായി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഗ്രന്ഥം കൊടുത്തു. ഈ ഗ്രന്ഥം വേറെ ആർക്കും കൈമാറരുത്. എന്തെങ്കിലും നമ്പിക്ക് വല്ല അത്യാവശ്യം വിട്ടുവരും, എന്തെങ്കിലും വിഷമോ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ തുറന്നു നോക്കാനേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ അദ്ദേഹം ഇടത്തെ കൈ കൊണ്ടാണ് വാങ്ങിയത്. വലത്തെ കയ്യിലും ഇച്ചിൽ ആ ഊണിൻ്റെ കൈ കഴുകിയിട്ടില്ല. ഊണ് കഴിഞ്ഞ് അവിടെ നിന്ന് നീട്ടി വരികയാണ്. അപ്പോൾ ഇച്ചിലാണ് ആ വൈ. ഇടത്തെ കൈ കൊണ്ടാണ് ഈ ഗ്രന്ഥം വാങ്ങിയത്. അതുകൊണ്ടാണ് ഈ ഇടത്തെ കൈയിന് പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത്. അത് ശരി. അപ്പൊ ഇടത് കൈ കൊണ്ട് കൊടുക്കുന്നതുകൊണ്ട് ഫലപ്രാപ്തി കൂടുമെന്നാണ് നമ്പില്ലത്ത്. അതെ അതെ അതെ, എല്ലാവർക്കും നമ്പില്ലത്ത് ഞങ്ങളെ ഈ ഐതിഹ്യം അറിയുന്നവർക്കൊക്കെ പണ്ടും ഇപ്പോഴും പറയാറുണ്ട്, ഒരു ഇടത്തെ കൈ കൊണ്ട് തരിക എന്ന് പറയും. ഞങ്ങളോട് പറയുമ്പോൾ എന്തെങ്കിലും തരും, ഇടത്തെ കൈ കൊണ്ട് തരിക എന്ന് പറയാറുണ്ട്. ഒരു വളരെ ഇതായിട്ട് പലരും ഇപ്പോൾ കണക്കാക്കേണ്ടത്. അതുപോലെ തന്നെ 4 കാവ് 4 കുളം അങ്ങനെ ഒരു സങ്കല്പം കേട്ടിട്ടുണ്ട്. അതെന്താ? ഞങ്ങളുടെ പറമ്പിലെ ഒരു പ്രത്യേകതയാണ്. 4 കാവ് 4 കുളം 4 കിണർ. അങ്ങനെയാണ്. 4 കിണറുണ്ട്. 4 കിണർ ആണ് ഒരു പ്രത്യേകത. സാധാരണ ഒരു കുളം 2 കിണറൊക്കെ ഉണ്ടാവും. 4 കാവ് 4 കുളം 4 കിണർ. ഈ കാവില് ചിത്രോടല്ല, അതൊരു പ്രത്യേകതയാണ്. ഈ സർപ്പത്തിന് കന്നിമാസത്തിലെ ആയില്യത്തിന് പത്മട്ട് നേരിക്കുക. സാധാരണ കാവില് മണിനാഗം, അഞ്ജനാഗം, ദക്ഷകൻ, വാസുകി എന്ന് പറഞ്ഞ ചിത്രോടൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് ഈ 4 കാവിലും ചിത്രോടക്കല്ലില്ല. ആ സ്ഥാനമുണ്ട്. പണ്ട് മുതൽക്കേ ഞങ്ങൾ ആദ്യത്തെ വരുന്ന സ്ഥാനത്ത് പത്മട്ട് നേദ്യം കൊടുക്കുക നാഗത്തിന്. അങ്ങനെ പതിവ്. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകതകൾ, അനവധി പ്രത്യേകതകളുണ്ട്. ഇനിയും അനവധി പറയാനുണ്ട്. ദക്ഷന്റെ അനുഗ്രഹം കിട്ടിയത് അതൊക്കെ ഉണ്ട്. അതെ, സർപ്പാനുഗ്രഹം കിട്ടിയ സ്ഥലമാണ് ഞങ്ങൾക്ക്. അതുപോലെ തന്നെ അശ്വിനി ദേവന്മാർ കുടികൊള്ളുന്ന ഏരിയകളിൽ അതെ 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 പ്രത്യേകിച്ച് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠകളോ ഒന്നുമില്ല. അവർ പോകുന്ന നേരത്ത് പറഞ്ഞു വിഗ്രഹം വേണ്ട, ഞങ്ങൾ ഇവിടെ ഉണ്ടാവും, ഞങ്ങൾ ഭരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആലിന്റെ ചോട്ടിൽ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇല്ലത്തിലുള്ള ആലിന്റെ ചോട്ടിൽ ഞങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അത്രേ ഉള്ളൂ. വിഗ്രഹം പ്രതിഷ്ഠയൊന്നുമില്ല. അതൊക്കെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ പ്രേക്ഷകരോടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരു വലിയ എന്താ പറയുക, വിസ്മയജനകമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പഴയ പൗരാണികമായിട്ടുള്ള ഒരു എപ്പിസോഡ് എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും പറഞ്ഞാലും തീരാത്തതായിട്ടുള്ള ഐതിഹ്യ ചെപ്പേടാണ് നമ്പില്ലം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം കിട്ടിയിരിക്കുന്ന ഒരു വൈദ്യപാരമ്പര്യത്തിൻ്റെ ഉടമസ്ഥന്മാർ എന്നുള്ള നിലയിൽ പുതിയ കാലഘട്ടത്തിൽ വർത്തമാനകാലത്ത് നേരിടുന്ന ഒരുപാട് രോഗങ്ങൾ, ആ രോഗത്തിനൊക്കെ തന്നെ നമുക്ക് ഒരു ഉത്തരം തേടിയിട്ട് ഈ നമ്പില്ലത്തേക്ക് വരാം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പോൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും. അടുത്ത യാത്രയാണ് എൻ്റെ അടുത്ത വീഡിയോ. അപ്പോൾ ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കുള്ള പ്രവീൺ മാഷ് വ്ളോഗിൻ്റെ യാത്ര തുടരുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.